സ്കൂൾ കായികമേളയിൽ ട്രാക്കിലെ ഇരട്ട സ്വർണ്ണ ജേതാവ് വാല്യക്കോട് മമ്മിളിക്കുളത്തെ ദേവനന്ദയ്ക്ക് വീടൊരുങ്ങുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. കായികമേളയിൽ ദേവനന്ദയുടെ കഥ അറിഞ്ഞ ഉടനെ മന്ത്രി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അധികൃതരോട് വീടൊരുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതുപ്രകാരം സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് വീടൊരുങ്ങുന്നത്. മന്ത്രി നാട്ടിലെത്തുമ്പോൾ അപ്പൻഡിക്സ് ശസ്ത്രക്രിയ കഴിഞ്ഞ് പത്തനംതിട്ടയിൽ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു ദേവനന്ദ. വീഡിയോ കോളിൽ ദേവനന്ദയെ വിളിച്ച് മന്ത്രി വീടൊരുക്കുന്നതിന്റെ സന്തോഷം പങ്കുവച്ചു. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ടി.പി. രാമകൃഷ്ണനുണ്ട്, മുൻ മന്ത്രി, പിന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രഭാര സാറുണ്ട്, പിന്നെ ഭൂമി തന്ന ശ്രീധരേട്ടനുണ്ട്, ബാക്കി അമ്മയുണ്ട്, നിൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, നാട്ടുകാരെല്ലാവരും ഉണ്ട്. എന്തായാലും ഞാനിവിടെ വന്നിട്ട് ഞാനും ടി.പിയും കൂടെ തറക്കല്ലിട്ടു എൻ്റെ പുതിയൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി. സന്തോഷമായ ഉണ്ടായിരുന്നില്ല, ആശുപത്രി കിടക്കയിലാണ്. ദേവനന്ദയുമായി മിനിസ്റ്റർ സംസാരിക്കുകയും ചെയ്തു. വളരെ സന്തോഷമാണ് പങ്കുവച്ചത്. അതെ, വളരെ അന്ന് തന്നെ കുട്ടിക്ക് വലിയ സന്തോഷമായിരുന്നു. നമ്മൾ കുട്ടി ഒന്ന് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വീടായല്ലോ. ഇത്ര സ്പീഡിൽ പോകുന്ന ഗവൺമെൻറ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടുതൽ കുട്ടികൾ ഇത്തരത്തിൽ കായിക മേഖലയിലേക്ക് കടന്നു വരാൻ ഒരു സപ്പോർട്ടാവും. തീർച്ചയായിട്ടും സപ്പോർട്ടാവും. നമ്മുടെ കായിക രംഗത്ത് യഥാർത്ഥത്തിൽ കായിക രംഗത്ത് പിന്നെ പ്രവർത്തിച്ച് ഗോൾഡ് മെഡലൊക്കെ നേടിയ കുട്ടികളുടെ ഒരു സർവേ നടത്തണം. അത് സ്പോർട്സ് കൗൺസിൽ നടത്തണം. ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നുണ്ട്. അവരുടെ ഒരു സാമ്പത്തിക നിലയും കാര്യങ്ങളും നോക്കണം. നമുക്ക് വെറുതെ ചുമ്മാ നമ്മൾ സ്വർണം കിട്ടുന്നില്ല, വെള്ളി കിട്ടുന്നില്ല, മറ്റേ നാഷണലിൽ പോകാൻ പറ്റുന്നില്ല, പിന്നെ ഒളിമ്പിക്സിൽ പോകാൻ പറ്റുന്നില്ല പറഞ്ഞാൽ മാത്രം പോരല്ലോ. എന്താ അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ചാൽ കാരണത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ ഈ ഉള്ള സംവിധാനത്തെ ഓടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഒരു കാര്യമില്ലല്ലോ. എന്തെങ്കിലും പുതുതായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 200-100 മീറ്ററിലാണ് പുല്ലൂരമ്പാറ സെന്റ് ജോസഫ് HSSലെ ദേവനന്ദ വി ബിജു സ്വർണം നേടിയത്. 200 മീറ്ററിൽ മീറ്റ് റെക്കോർഡായിരുന്നു. ബാർബറായ കൊട്ടിലോട്ടുമ്മൽ ബിജുവിന്റെയും വിജിതയുടെയും മകളാണ് ദേവനന്ദ. തകർന്നു വീഴാറായ ഓടിട്ട വീട്ടിലാണ് ഇവരുടെ താമസം. ചോർച്ചയെ തുടർന്ന് ഷീറ്റിട്ട് മറച്ചിരിക്കുകയാണ്. 9.5 സെന്റ് സ്ഥലമാണുള്ളത്. ഉയരത്തിലുള്ള ഈ സ്ഥലം പുതിയ വീട് നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്തതിനെ തുടർന്ന് സമീപത്തു തന്നെയുള്ള കോട്ടിലോട്ട് ശ്രീധരൻ 5 സെന്റ് സ്ഥലം സൗജന്യമായി നൽകുകയായിരുന്നു. അദ്ദേഹത്തെയും മന്ത്രി തറക്കല്ലിടൽ ചടങ്ങിൽ ആദരിച്ചു. ടി.പി. രാമകൃഷ്ണൻ MLA അധ്യക്ഷനായി. സ്കൗട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന സെക്രട്ടറി N.K. പ്രഭാകരൻ, സംസ്ഥാന കമ്മീഷണർ ബാലചന്ദ്രൻ പാറച്ചൂട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N.P. ബാബു, നൊച്ചാട് പഞ്ചായത്ത് പ്രസിഡന്റ് P.N. ശാരദ, താമരശ്ശേരി DEO K.K. സുബൈർ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിന്ദു അമ്പാളി, K.C. ബാബുരാജ്, K.C. ഗോപാലൻ, ശശികുമാർ അമ്പാളി, M.T. ഹമീദ്, K.M. രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഭവന നിർമ്മാണ കമ്മിറ്റിയും രൂപവൽക്കരിച്ചു. 100 മീറ്റർ 200 മീറ്റർ എൻ്റെ മോക്ക് വേൾഡ് കിട്ടുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പൻഡിക്സിൻ്റെ വയറുവേദന കൊണ്ടാണ് നമ്മൾ ഓടിയത്. ഇപ്പോൾ ഈ സന്തോഷത്തിൽ ചേരാൻ എൻ്റെ മോള് വിടയില്ല. ഓപ്പറേഷത്തിന് വേണ്ടി പരിമൽ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവളുടെ നേട്ടം കാരണമാണ് ഞങ്ങൾക്കിപ്പോൾ സർക്കാരിൻ്റെ വക ഒരു വീട് കിട്ടുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ തറക്കല്ലിടുന്ന മന്ത്രി വരുന്ന സമയത്ത് എൻ്റെ മോളില്ലാത്തതിന് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അതുപോലെ തന്നെ ഓളെ സ്പോർട്സിൻ്റെ കോച്ചായ അനന്ത് സാറാണ് ഓളെ ഈ വിജയത്തിന് പിന്നിലുള്ളത്. അതുപോലെ തന്നെ ഓളെ അച്ഛമ്മേൻ്റെ വീട്ടുപണിക്ക് പോയി കഠിനാധ്വാനം ചെയ്തിട്ടാണ് എൻ്റെ മോളെ ഫീസും കാര്യങ്ങളിലൊക്കെ അടക്കുന്നത്. അപ്പോൾ എന്നിട്ടും എൻ്റെ മോള് വയറുവേദന കൊണ്ടാണ് ഈ വിജയം ജയിച്ചത്. 200 മീറ്ററിൽ റെക്കോർഡ് കൂടിയാണ് അവൾ ജയം വാങ്ങിയത്. അവൾക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു ഇതുമില്ല, എന്ന് ജയിക്കൂല എന്നുള്ള ഇതിലാണ് അവൾ ഓടിയത്. ഇപ്പോൾ റെക്കോർഡോടുകൂടിയാണ് 200 മീറ്റർ ജയിച്ചത്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നാളെ വീട്ടിലേക്ക് വരുന്നതാണ്. Charitra Vivag Bridal Collections by Shobhika Weddings.